നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം അതിരുകടക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 104% ഉയർത്തി ചൈനയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇന്നു മുതൽ പുതുക്കിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചപ്പോൾ അതേ നാണയത്തിൽ ചൈന തിരിച്ചടിച്ചതാണ് അമേരിക്കയെ പ്രകോപിച്ചത്. എന്നാൽ ചൈനയ്ക്കുമുള്ള യുഎസിൻ്റെ പകരച്ചുങ്കം അടിസ്ഥാനരഹിതമാണെന്നും ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തൽ രീതിയാണെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു. ചൈനീസ് സമ്പദ് വ്യവസ്ഥ ഒരു കുളമല്ല, മറിച്ചൊരു സമുദ്രമാണെന്നാണ് വ്യാപാര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ പ്രതികരണം. അതേസമയം 70ഓളം രാജ്യങ്ങൾ താരിഫ് ചർച്ചകൾക്കായി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും ലോകത്തിന് അമേരിക്കയുടെ ആവശ്യമുണ്ടെന്നും വൈറ്റ് ഹൗസ് സെക്രട്ടറി വ്യക്തമാക്കി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവ്വമായ സമീപനമുണ്ടായാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ആശ്വാസ സമര സമിതി CPM ജനറൽ സെക്രട്ടറിക്ക് അയച്ച തുറന്ന കത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ സത്വര നടപടിയെടുക്കാനുള്ള അഭ്യർത്ഥന. അതേസമയം സമരം തീർക്കാൻ സർക്കാർ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മറ്റ് ട്രേഡ് യൂണിയനുകളുമായി കൂടിയാലോചനയില്ലാതെയാണ് ആശമാർ സമരത്തിനിറങ്ങിയതെന്നാണ് MA ബേബിയുടെ മറുപടി. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനമായി ആകർഷകമായ പ്രതിഫലം നൽകി പ്രൊഫഷണൽ വിപ്ലവകാരികളെ CPM റിക്രൂട്ട് ചെയ്യാൻ തയ്യാറാക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പല സംസ്ഥാനങ്ങളിലും മുഴുവൻ സമയ പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നുവെന്ന കണ്ടെത്തലെ തുടർന്നാണ് മധുര പാർട്ടി കോൺഗ്രസ് ഈ തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തമിഴ്നാട് ഗവർണർ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച വിഷയത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ സുപ്രീംകോടതി പലതട്ടം വ്യക്തമാക്കിയതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾക്ക് മേൽ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് തമിഴ്നാട് സർക്കാർ നൽകിയ കേസിലെ സുപ്രീംകോടതി വിധിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തിയും ചൈതന്യവും ഉയർത്തിപ്പിടിക്കുന്ന ഈ വിധി രാജ്യത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും കേരള സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വർഷങ്ങളായി സ്വീകരിച്ച നിലപാടുകൾ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണെന്നും സുപ്രീംകോടതിയുടെ വിധിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സർവകലാശാല MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും. ഇക്കാര്യത്തിൽ VC ആണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ബൈക്കിൽ ഉത്തരക്കടലാസ് പാലക്കാട്ടേക്ക് കൊണ്ടുപോയെന്നത് വീഴ്ചയെന്നാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടുകൾ. പൂജപ്പുര ICM കോളേജിലെ ഗസ്റ്റ് ലെക്ചറാണ് അധ്യാപകൻ. പുനഃപരിശോധനയ്ക്ക് വേണ്ടി വന്ന ചെലവ് ഈ കോളേജിൽ നിന്ന് ഈടാക്കാനും തീരുമാനമുണ്ട്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബാങ്കുമായി ഇടപാടില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായതായി കെ രാധാകൃഷ്ണൻ MP. ചോദ്യം ചെയ്യലിന് ശേഷം കൊച്ചിയിൽ ED ഓഫീസ് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MP. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട പലരും നൽകിയ മൊഴികൾ വ്യക്തത വരുത്താനാണ് ED തന്നെ വിളിപ്പിച്ചതെന്നും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചാൽ ഇനിയും EDക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രാദേശിക പ്രതിരോധ പദ്ധതി തയ്യാറാക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും പദ്ധതി തയ്യാറാക്കും. മുൻ വർഷങ്ങളിലെ പകർച്ചവ്യാധികളുടെ കണക്കുകൾ പരിശോധിച്ച് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി വിശകലനം നടത്തി പ്രതിരോധം ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCക്ക് സർക്കാർ സഹായമായ 102.62 കോടി രൂപ കൂടി ധനവകുപ്പ് അനുവദിച്ചു. പെൻഷൻ വിതരണത്തിനായി 72.62 കോടി രൂപ, മറ്റ് കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമാണ് 30 കോടി രൂപ അനുവദിച്ചത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. വരുന്ന നോമ്പുകാലത്ത് കോഴിക്കോട് രാമനാട്ടുകര മുതൽ മലപ്പുറത്തെ എടപ്പാൾ വരെ യാത്ര ചെയ്യാൻ സുരേന്ദ്രൻ തയ്യാറുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും അതിലൂടെ നോമ്പുകാലത്ത് മലപ്പുറം ജില്ലയിൽ എത്തുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടില്ലെന്ന സുരേന്ദ്രൻ്റെ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം മനസ്സിലാക്കണമെന്നും ഫിറോസ് പറഞ്ഞു. വീട്ടിലെ പ്രസവത്തെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തെറ്റായ പ്രചരണങ്ങൾ കുറ്റകരമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അശാസ്ത്രീയ മാർഗങ്ങളിലൂടെയുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ഭീഷണിയാണെന്നും അതിനാൽ പൊതുജനാരോഗ്യ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിത വകുപ്പുകൾ പ്രകാരവും നടപടി സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള തൊപ്പി പരാമർശത്തിൽ പ്രതിഷേധിച്ച് BJP നടത്തുന്ന സമരത്തെ പരിഹസിച്ച മന്ത്രി KB ഗണേഷ് കുമാർ. പോലീസ് തൊപ്പിയെപ്പറ്റി പറഞ്ഞാൽ തൊപ്പിയല്ലേ തനിക്കെതിരെ സമരം ചെയ്യേണ്ടതെന്ന് ഗണേഷ് കുമാർ ചോദിച്ചു. സിനിമാ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ഒരു തൊപ്പിയെപ്പറ്റിയാണ് താൻ തമാശ പറഞ്ഞത്. അതിനൊക്കെ സമരം ചെയ്യുന്നത് മോശം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദ പ്രസംഗം അവഗണിച്ച് തള്ളേണ്ടതാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടുമോ എന്നതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വ്യക്തം വരുമെന്നും BJP താഴെ ഇറക്കാൻ എവിടെയൊക്കെ കോൺഗ്രസുമായി സഹകരിക്കണോ അവിടെയൊക്കെ അത് ചെയ്യുമെന്നും MA ബേബി പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ. വെള്ളാപ്പള്ളിയെ ജനങ്ങൾക്കറിയാമെന്നും മലപ്പുറത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മറ്റു രീതിയിൽ കാണേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
പി ജയരാജനെ വീഴ്ത്തിയുള്ള ഫ്ലക്സ് ബോർഡുകൾ തള്ളി എം.പി. ജയരാജൻ വ്യക്തിയല്ല, പാർട്ടിയാണ് വലുതെന്നും പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ലെന്നാണ് EMS തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പി ജയരാജനെ വാഴ്ത്തി കണ്ണൂരിലെ CPM ശക്തി കേന്ദ്രങ്ങളിലാണ് ഫ്ലക്സ് ബോർഡ് വെച്ചത്. അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ കുട്ടികളുടെയും സ്കൂൾ പ്രവേശനം ഉറപ്പാക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വാസസ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാലയങ്ങൾ അധ്യാപകർ, രക്ഷകർത്ത സമിതി ഭാരവാഹികൾ മുതലായവരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പെൺകുട്ടികൾ മുഴുവൻ റോഡിലൂടെ ഫോൺ വിളിച്ച് നടക്കുകയാണെന്ന് നടൻ സലിംകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും ഫോൺ കോൾ ഉണ്ടാകില്ലെന്നും ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നും ഇവർക്കൊക്കെ കേരളത്തോട് പരമപുച്ഛമാണെന്നും ഇവരെ സംസ്കാരം പഠിപ്പിക്കണമെന്നും സലിംകുമാർ പറഞ്ഞു. രാത്രി പട്ടണങ്ങളുടെ വാഹനത്തിൽ മദ്യപിച്ച് കൊല്ലം പത്തനാപുരത്തെ പോലീസുകാർക്ക് സസ്പെൻഷൻ. പോലീസ് കൺട്രോൾ റൂം ഗ്രേഡ് SI സുമേഷ് ലാൽ, ഡ്രൈവർ C മഹേഷ് എന്നിവർക്കെതിരെയാണ് നടപടി. വകുപ്പുതല അന്വേഷണ അടിസ്ഥാനത്തിൽ റൂറൽ SP സാമു മാത്യുവാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. മദ്യലഹരിയുള്ള പോലീസുകാരെ നാട്ടുകാർ തടയുന്നതും പോലീസുകാർ ഇവരെ കൊണ്ട് ജീപ്പ് കൊണ്ട് തള്ളി മാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെയും വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഗായത്രി പുഴയിൽ ചീരക്കുഴി റെഗുലേറ്ററിന് താഴെ ഒഴുക്കിൽപ്പെട്ട 12 വയസ്സുകാരൻ മരിച്ചു. പാലക്കാട് പുതുശ്ശേരി സ്വദേശി മനോജിൻ്റെയും ജയശ്രീയുടെ മകൻ വിശ്വജിത്താണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട 2 സുഹൃത്തുക്കളെ രക്ഷിച്ച് പുഴയിലുണ്ടായിരുന്ന പാറയോട് അടുപ്പിച്ച ശേഷമാണ് വിശ്വജിത്ത് ഒഴുക്കിൽപ്പെട്ടത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയ അധ്യക്ഷ രാജയോഗിണി ദാദി രത്തൻ മോഹിനി അന്തരിച്ചു. അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. 8 കമ്പനിയായ ബൈജൂസിനെ വായ്പാദാതാവായ ഗ്ലാസ് ട്രസ്റ്റ് കൺസൾട്ടൻസി സ്ഥാപനമായ ഇവൈ മുൻ റെസല്യൂഷൻ പ്രൊഫഷണലായ പങ്കജ് ശ്രീവാസ്തവ എന്നിവർ നടത്തിയ ഗൂഢാലോചനയും വഞ്ചനയും കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ബൈജൂസിന്റെ CEOയും സഹസ്ഥാപകനുമായ ബൈജു രവീന്ദ്രൻ പോലീസിൽ പരാതി നൽകി. തന്റെ നിരപരാധിത്വം ആവർത്തിച്ച് വ്യക്തമാക്കിയ ബൈജു താൻ ശക്തമായി തിരിച്ചുവരുമെന്നും FIR Xൽ പോസ്റ്റ് ചെയ്ത ശേഷം വ്യക്തമാക്കി. പാർലമെന്റ് ഇരുസഭകളിലും പാസാക്കിയ രാഷ്ട്രപതി ഒപ്പുവെച്ച വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ. ഇന്നലെ മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. IPLൽ ഇന്നലെ നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസ് 4 റൺസിന്റെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ലക്നൗ 36 പന്തിൽ 87 റൺസ് എടുത്ത നിക്കോളാസും പൂരാന്റെയും 81 റൺസ് എടുത്ത മിച്ചൽ മാർഷിന്റെയും 42 റൺസ് എടുത്ത ഈഡൻ മാർക്കത്തിന്റെയും കരുത്തിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 238 റൺസ് എടുത്ത്. എന്നാൽ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 61 റൺസ് നേടിയ നായകൻ അജിങ്ക്യ രഹാനെയും അവസാന ഓവറുകളിൽ കത്തിക്കേറിയ റിങ്ക് സിംഗും കൊൽക്കത്തയ്ക്ക് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും ലക്നൗ ഉയർത്തിയ റൺമല മറികടക്കാൻ കൊൽക്കത്തയ്ക്ക് ആയില്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.